അപ്പോ ദിവ്യശ്രീ ആൻഡ് രുദ്രലക്ഷ്മി അവരിങ്ങനെ തകർത്ത് പെർഫോം ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ശ്വേതാജി എടുത്ത് ചോദിക്കാം അല്ലെ? എനിക്ക് പെർഫോമൻസ് വൈസ് സത്യം പറയാണ് ആരെ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ബിക്കോസ് മോള് അതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. മോള് പറയാൻ എനിക്കൊരു വിഷമം, അനിയത്തി അങ്ങനെ പെർഫോം ചെയ്തു. അങ്ങനെ നന്നായി മത്സരിച്ച് അവളുടെ ഗുരുവിനെ എന്താ പറയാ നാറ്റിച്ചിട്ടില്ല. അത് കറക്റ്റാണ്. അവള് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരോ ആക്ഷൻസ് ഞാൻ നോക്കുമ്പോ അവളും നിങ്ങളുടെയും ആക്ഷൻസും കൈയും എല്ലാം കറക്റ്റ് അതേപടി അത്ര നന്നായിട്ട് നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ മോളോടാണ് രുദ്രലക്ഷ്മി. മോളെ വീട്ടില് ഹൗ ഇസ് ദ അറ്റ്മോസ്ഫിയർ? വീട്ടില് അമ്മ തന്നെയാണ് എന്നെ എപ്പോഴും ഡാൻസ്, ഞാൻ വേറൊരാളുടെ അടുത്ത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് മുതൽ അമ്മേന്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. രുദ്രലക്ഷ്മി അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ? കുറച്ചുകൂടെ ക്ലോസ് അമ്മയാണ്. അതെ. പിന്നെ ആരാണ് ബോസ്? അച്ഛൻ. യൂഷ്വലി നമ്മൾ നോക്കുമ്പോ അച്ഛന്റെ മോളാണ്. പെൺകുട്ടികൾ എപ്പോഴും അച്ഛൻ കുട്ടികളാണ് എപ്പോഴും. വേറൊരു കാര്യട്ടെ, എപ്പോഴും ഞാനിപ്പോ പറയുന്നതൊക്കെ അവക്ക് തെറ്റാണ്, പക്ഷെ അവക്ക് പപ്പ പറയുന്നതാണ് അവക്ക് കറക്റ്റ്. അങ്ങനെയുണ്ട്. പക്ഷെ ഞാനായിട്ട് എന്താ വെച്ചാൽ ഞങ്ങള് കുറെ നേരം സംസാരിക്കും, കുറെ നേരം അതെ അങ്ങനെ പറയെങ്കിലും എപ്പോഴും അവക്ക് പപ്പ പറയുന്നതാണ് കറക്റ്റ്, പപ്പയുടെ ഭാഗത്താണ് ശരി, അങ്ങനെയാണ് എപ്പോഴും പറയാ. ഇത് നല്ലൊരു തുടക്കമായിരുന്നു, നല്ലൊരു ചൂസ്. നമ്മൾ എങ്ങനെയാണ് ആദ്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക സ്വന്തം, അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. ഐ റിയലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്തത് യെസ്. ഇത് ഇത്രയും വലിയൊരു ഫ്ലോറിൽ കളിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു കാര്യം റിവീൽ ചെയ്യാണ്ട്. ഇന്ന് പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ ഹാപ്പി മൊമെന്റ്സിൽ എനിക്കൊരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്തോട്ടെ? ജനുവരിയിലെ തേൻമഴ തൊടും. ഇണക്കങ്ങളും പിണക്കങ്ങളുമായി നമ്മുടെ ജീവിതം തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുകയാണ്. ആദ്യമായി നമ്മൾ ഒരു ജ്വല്ലറി കടയിൽ വെച്ച് കണ്ടുമുട്ടിയത് ഞാൻ ഇപ്പോഴും ഓർക്കും. ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയാം, പല ദേഷ്യത്തിൻ്റെയും പുറത്ത് പലതും പറഞ്ഞിട്ടുണ്ടും എന്നറിയാം. അതിനെല്ലാം ക്ഷമ ചോദിക്കാൻ ഈ വേദിയേക്കാൾ നല്ല മുഹൂർത്തം വേറെ ഇല്ലെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഞാൻ തനിച്ചാവാതിരിക്കാൻ രുദ്രയെ തന്നതിന്, പാർത്തിയെ സമ്മാനിച്ചതിന്, എന്നെ ഒരുപാട് സഹിച്ചതിന്, സ്നേഹിച്ചതിന്, എന്നെ ഞാനാക്കി മാറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപക്ഷെ നിനക്ക് പകരം മറ്റൊരാളാണ് എൻ്റെ ജീവിതമെങ്കിൽ ഞാൻ തോറ്റുപോയേനെ. ഒത്തിരി വർഷങ്ങൾ നമുക്ക് ഒന്നിച്ച് ആഘോഷിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ പറ്റട്ടെ. ഒരിക്കൽ കൂടി വേദനിപ്പിച്ചതിന് മാപ്പ്, സ്നേഹിച്ചതിന് നന്ദി. ഹാപ്പി 15th വെഡ്ഡിങ് ആനിവേഴ്സറി ദി, ആൻഡ് ഐ ലവ് യു. പൂനെറുകയിൽ രാമഴ വിരൽ പോലെ. ബ്യൂട്ടിഫുൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആൻഡ് ചേട്ടാ, ഞങ്ങൾ എല്ലാരും കരയിച്ചു കളഞ്ഞല്ലോ. എത്ര മനോഹരമായ സൗണ്ടാണ് ചേട്ടന്റെ. പ്രണയം തുളുമ്പുന്ന ഒരു വോയിസ് പോലെ എനിക്ക് തോന്നി. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ 15th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് തോന്നുന്നു എല്ലാം വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായ ഒരു കാര്യങ്ങൾ പറയാൻ തോന്നും, അല്ലെ ചെയ്യാൻ തോന്നും. ടു ബോത്ത് ഓഫ് യു അല്ലേ? അങ്ങനെയാണല്ലോ എല്ലാം. നമ്മൾ 14th വെഡ്ഡിങ് ആനിവേഴ്സറി പോലെ അല്ലല്ലോ 15th ആവുക. And I just want you to stand next to each other. Come. Come. ഈ മൊമെന്റിൽ I want you to look at each other and say what you want to say. Look into each other's eyes. പൊടിക്ക് ദേഷ്യം ഒന്ന് കുറയ്ക്കും. ചിലപ്പോ താങ്ങൂല.
ശരിക്കും എൻ്റെ ക്യാരക്ടർ കുറച്ചൊരു റഫാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം. അപ്പം ഞാൻ അനാവശ്യമായിട്ടും ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ക്യാരക്ടർ. അത് പക്ഷെ ഞാൻ തമാശയായിട്ട് എടുക്കുമെങ്കിലും എൻ്റെ തമാശയാണെന്ന് അവൾക്ക് മനസ്സിലാകാറില്ല പലപ്പോഴും. ഞാൻ പറയും ഇങ്ങനത്തെ തമാശ എന്നോട് പറയല്ലേ. ചില സമയത്ത് പറയും ഞാൻ തമാശ പറഞ്ഞത്, പക്ഷെ അത് നമുക്ക് തമാശയായിട്ട് പലപ്പോഴും അത് വേദനിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോ നമുക്കത് തമാശയായിട്ട് തോന്നൂല. അല്ല, എനിക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡും ശ്രീയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ശ്രീൻ്റെ ചില ജോക്സ് ഒന്നും എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ആ സമയത്തൊന്നും പ്രതീക്ഷിക്കാത്തൊരിതാണ്. പക്ഷെ ഇന്നിപ്പോൾ 15th വെഡിങ് ആനിവേഴ്സറി ആണ്. ബട്ട് ഐ സ്റ്റിൽ വോണ്ട് ടു സേ ഒരു 2 വാക്ക്, ഒരു ലവ് എങ്കിലും പറയാം. ഐ ലവ് യു ടു. അപ്പൊ ദേഷ്യം ഇനി പൊടിക്ക് കുറയ്ക്കാൻ പറ്റുമോ? ചേട്ടനെ കൊണ്ട് പറ്റുമോ? ഞാനതൊക്കെ തമാശ പോലെ കരുതിയെങ്കിലും ഈ ഫ്ലോറിൽ വന്നപ്പോഴാണ് ഇവളിപ്പോഴും ഇത് മനസ്സ് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ആണോ? മകളായിട്ടൊരു ഇന്ററാക്ഷൻ സമയത്ത് പപ്പ പെട്ടെന്നെല്ലാം മറക്കാറുണ്ട്, അമ്മ അത് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു ഫ്ലോറിലാണ് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയത്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു എത്ര വന്നാലും ഇടയ്ക്കൊക്കെ ഒരു അടിയും പിടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ പെട്ടെന്ന് മിണ്ടില്ല. അപ്പൊ എനിക്ക് കുറച്ച് നേരം കഴിയണം അതൊന്ന് ശരിയാവണേ. പക്ഷെ ചേട്ടൻ ചിലപ്പോൾ എന്നോട് പറഞ്ഞത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഭയങ്കര കാര്യത്തിലൊക്കെ സംസാരിക്കും, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുമ്പോൾ ചില വാക്കുകൾ വായന്ന് വീഴുന്നത്? അത് എൻ്റെ ഒരു ശൈലിയാണ്. അത് ശൈലിയാണോ? എന്താ തോന്നുന്നത്? അപ്പൊ ഈ ഒരു 16th ആനിവേഴ്സറിക്ക് നിങ്ങൾ ഇവിടുന്ന് തന്നെ ഒരു എന്താ പറയാ പ്രോമിസ് അങ്ങോട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി സോറി പറഞ്ഞു എൻ്റെ വീഡിയോയില്. അതിൽ കഴിഞ്ഞ് എനിക്ക് അമൃത ടിവിനോട് ഭയങ്കര ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഈ ഒരു ഫ്ലോറിൽ വന്നപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് തന്നത് അമൃത ടിവി. അപ്പം താങ്ക് യു വെരി മച്ച് അമൃത ടിവി. ആൻഡ് ആ ഒരു സോറി കേട്ടപ്പോ, അല്ലെങ്കിൽ ആദ്യ വോയിസ്, ചേട്ടന്റെ വോയിസ് കേട്ടില്ലേ, അപ്പൊ തന്നെ ആള് ഭയങ്കര ഷോക്കായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ എന്ന് പറഞ്ഞു. സത്യത്തില് ഞാൻ പൊതുവെ സ്റ്റേജിലൊന്നും വന്ന് ഇങ്ങനെ സംസാരിക്കാത്ത കൂട്ടത്തിലാണ്. എനിക്ക് ഞാൻ തീരെ കേൾക്കാറില്ല. കാരണം സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പക്ഷെ തീരെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ബാക്കിയെല്ലാം കോർഡിനേറ്റ് ചെയ്യും, പക്ഷെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാറേ ഇല്ല. അപ്പൊ പെട്ടെന്ന് ചേട്ടന്റെ സൗണ്ട് കേട്ടപ്പോ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയി പോയി. ആൻഡ് ആ ഒരു സോറി പറഞ്ഞപ്പോ മനസ്സറിയാതെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു. പിന്നെ ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും 15th ആനിവേഴ്സറി അല്ലേ, നീ മുതൽ ഒരു പുതിയ ജീവിതം, പുതിയ നിങ്ങള് അല്ലേ? കുറച്ചൊക്കെ ദേഷ്യം മാറ്റിയ സൂപ്പറാവും, അല്ലെങ്കിൽ ചേട്ടൻ സൂപ്പറാവും.